ആദ്യഘട്ടത്തിൽ ഇതൊരു ചാവേർ ആക്രമണമല്ല, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായതാണ് ഈ ചെങ്കോട്ടയിലെ സ്ഫോടനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിന് പുറത്താണ് അങ്ങോട്ടേക്ക് എത്തിയത് എന്നൊക്കെയായിരുന്നു നിഗമനമെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വലിയ പദ്ധതിയായിരുന്നു. ചെങ്കോട്ടയ്ക്കപ്പുറത്തേക്കുള്ള വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കൂടുതൽ ആളുകളെ വധിക്കുക, ഇല്ലാതാക്കുക എന്ന പദ്ധതി ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ ലഭിക്കുന്നു. മുമ്പ് അജീഷ് ആണെങ്കിൽ അൽഫലാഹ് സർവകലാശാലയിലടക്കം ഈ ഭീകരരുടെ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലങ്ങളിലടക്കം പോയതുമാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഏറ്റവും പുതിയതായി വരുന്നത്? ഇപ്പോൾ കൂടുതൽ CCTV-കൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഗോകുല് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അൽഫലാഹ് സർവകലാശാല തന്നെയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. അവിടെയാണ് ഈ പ്രധാനമായും 3 ഡോക്ടർമാർ ജോലി ചെയ്തിരുന്നത്. ഡോക്ടർ മുസമ്മിൽ, ഒപ്പം തന്നെ ഡോക്ടർ ഉമർ അവിടെ ജോലി ചെയ്തിരുന്നു. ഡോക്ടർ ഷഹീദ് ഷഹീൻ എന്ന ഡോക്ടറും അവിടെ ജോലി ചെയ്തിരുന്നു. കൂടാതെ ഡോക്ടർ ആദിൽ ജോലി ചെയ്തിരുന്നത് സൊഹറാൻപൂരിലായിരുന്നു. അങ്ങനെ ഇവർ ഈ ഓരോ സർവകലാശാല, ഓരോ മെഡിക്കൽ കോളേജിൽ നിയമനം തെരഞ്ഞെടുത്തത് പോലും ഈ ഭീകര ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിനായി ഇവർ ഉപയോഗിച്ചിരുന്നത് സിഗ്നൽ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. വാട്സപ്പ് ഒക്കെ പോലെ തന്നെ ചാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്പാണ്. ഈ സിഗ്നൽ ആപ്പ് വഴിയാണ് ഓരോ ഗ്രൂപ്പുകളിലും 4 അംഗങ്ങൾ വീതമുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അത് വഴിയിട്ടാണ് ഇവർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇതിന്റെ ഘടനകൾ, എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തേണ്ടത്, ഇതിന്റെ രീതികൾ, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ ഒരു ഡയറിയിലും നോട്ട്ബുക്കുകളിലും ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നോട്ട്ബുക്കുകളാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഈ അൽഫലാഹ് സർവകലാശാലയിൽ ഈ ഡോക്ടർ ഉമറിന്റെയും ഡോക്ടർ മുസമ്മിലിന്റെയും മുറികളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഈ ഈ ഡയറിയിലും നോട്ട്ബുക്കുകളിലും വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ ആസൂത്രണം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, 2 വർഷങ്ങൾക്ക് മുൻപാണ് എന്നുള്ളതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയത്. ഇതിനു വേണ്ടിയിട്ടാണ് അവർ ജമ്മു കശ്മീരിൽ നിന്ന് ഈ വിവിധ സർവകലാശാലകളിലേക്ക് നിയമനം പോലും നേടിയത്. ഈ ഡോക്ടർ മുസമ്മിൽ അവിടെ 2021 കാലത്താണ് ഈ MBBS പഠിപ്പിക്കാനായി അധ്യാപകനായി അവിടെ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം 2023 ഡോക്ടർ ഉമർ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു പദ്ധതിയിട്ടത്. ഇതിനുവേണ്ടി ഇവർ മാസങ്ങളായി തന്നെ എടുത്താണ് ഇത്തരത്തിൽ വലിയ സ്ഫോടക ശേഖരം ഈ ഫരീദാബാദിലേക്ക് എത്തിച്ചത്. ഇത് പല ഏജന്റ് മുഖേനയാണ്. ഇതിന് അന്താരാഷ്ട്ര ബന്ധം വരെ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. രാജ്യത്തിനകത്ത് നിന്ന് സമാഹരിച്ചതല്ല, അതിന് പുറത്തു നിന്നും അവർക്ക് സഹായം കിട്ടിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം ഇപ്പോൾ ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ ഈ അൽഫലാഹ് സർവകലാശാല എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ട്രസ്റ്റിന് കീഴിലാണ് വരുന്നത്. ഇതിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും അഡ്മിനിസ്ട്രേഷൻ അടക്കം നടക്കുന്നത് ഡൽഹിയിലെ ഓഖ്ല എന്ന് പറയുന്ന അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്, ഹെഡ് ഓഫീസിൽ നിന്നാണ്. ഇവിടെ പരിശോധന നടത്തിയതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായത് വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്നടക്കം ഈ സർവകലാശാലയ്ക്ക് ഈ പണം, വിദേശ ഫണ്ട് സഹായം ലഭിച്ചിരുന്നു എന്നാണ്. ഇത് പ്രധാനമായും ഇവർ ഉപയോഗിച്ചിരുന്നത് ഈ മേവാത്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ജമ്മു കശ്മീരും ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഈ ഫണ്ട് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പിന്നീട് ഇവർ മാസങ്ങളായിട്ടാണ് ഈ സ്ഫോടക ശേഖരം, ഏതാണ്ട് 2900 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ആണ് ഇവരുടെ 2 വാടക മുറിയിൽ നിന്ന് കിട്ടിയത്. ഇവർ താമസിക്കുന്നത്, ഈ ഡോക്ടർ മുസമ്മിൽ താമസിക്കുന്നത് ഈ ക്യാമ്പസിനകത്തെ അവർക്ക് അനുവദിച്ചിട്ടുള്ള ക്വാർട്ടേഴ്സിലാണ്. പക്ഷേ ഇവർ 2 മുറികൾ ഈ പുറത്ത് വാടകയ്ക്ക് എടുത്തിരുന്നു. ഇത് ഉപയോഗിച്ചിരുന്നത് ഈ സ്ഫോടക ശേഖരം അത് സൂക്ഷിക്കാൻ വേണ്ടി എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടത്. എന്തായാലും ഇവർക്ക് സഹായം നൽകിയവരുമായി ബന്ധപ്പെട്ട് അവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഫരീദാബാദിലെ ഭീകര സംഘം അവർ ലക്ഷ്യമിട്ടത് വലിയ അളവിൽ ആളുകളാണ്, അല്ലെങ്കിൽ വലിയ എണ്ണം ആളുകളെയാണ് കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ വധിക്കാൻ. വലിയ ആക്രമണങ്ങൾക്ക് കൂടുതൽ ലക്ഷ്യങ്ങൾ, കൂടുതൽ ഇടങ്ങൾ അവരുടെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.